നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ LGS പരീക്ഷ 2024 തന്നെ നടക്കാനായിട്ട് പോകുന്ന നമ്മുടെ LGS പരീക്ഷയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട മേഖല ഏതാണ്, അല്ലെങ്കിൽ പരീക്ഷയെ നമ്മൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖല എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങൾ LGS പരീക്ഷ എഴുതാനായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, LGS പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ LGS 2024 എന്ന് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്ന് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലൂടെ അറിയാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. നമുക്കറിയാം പരീക്ഷ എന്ന് പറയുന്ന 100 മാർക്കിന് തന്നെയാണ്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, പരീക്ഷ എന്ന് പറയുന്ന 100 മാർക്കാണ്. അതിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഇതിനകത്ത് ഇല്ല, അല്ലെ? അപ്പൊ ഇതിനകത്ത് പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജ് ചോദിക്കുന്നത് 40 മാർക്കിനാണ്. 40 മാർക്കിന് ജനറൽ നോളജ് ഉണ്ട്. ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് വരുന്നത് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സയൻസിൽ നിന്ന് 10 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. പൊതുജനാരോഗ്യത്തിൽ നിന്ന് 10 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ലഘുഗണിതം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 20 മാർക്കിനാണ് ചോദ്യം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ LGS പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് വരുന്ന കുറച്ച് മേഖലകളുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് മേഖലകളുണ്ട്. കൃത്യമായിട്ട് ആ മേഖലകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് ആ സിലബസിനകത്തുള്ള ഹോട്ട് ടോപ്പിക്സ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖല, പൊതുവിജ്ഞാനം അല്ലെങ്കിൽ GK എന്ന് പറയുന്ന മേഖലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലെ? അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകൾ വ്യക്തമായി മനസ്സിലാക്കിയേക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയേക്കുക. നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ ചാനലിൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്തു നോക്കും. അപ്പോൾ LGS പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കുക, പരീക്ഷ എഴുതി പഠിക്കുക എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദേശീയ പ്രസ്ഥാനം, ഓക്കെ, ദേശീയ പ്രസ്ഥാനം പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വരുന്ന പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ അടിസ്ഥാന വിവരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചൊന്ന് എഴുതി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരുന്നാലും മതി. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മേഖലകൾ ഇതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാലും മതി. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ വരുന്ന ഇന്ത്യയുടെ ബേസിക് ജോഗ്രഫി എന്ത് ചെയ്യുക, മനസ്സിലാക്കിയേക്കുക. 5 മാർക്കിനാണ് ഈ ബേസിക് ജോഗ്രഫി എന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് 5 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് 5 മാർക്കിന് വരുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ട് 5 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ കേരളവും കേരളത്തിന്റെ ജോഗ്രഫിയും, ബേസിക് ആയിട്ടുള്ള കേരളവും കേരളത്തിന്റെ ജോഗ്രഫി, വൈദ്യുത പദ്ധതി, വന്യജീവി സങ്കേതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം. അതിനകത്തിൽ നിന്ന് കേരളത്തിനകത്ത് നിന്ന് 10 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരളത്തിലുണ്ടായ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, കേരളത്തിലെ നവോത്ഥാന നായകന്മാർ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇത് ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ പല പല ക്ലാസ്സുകളായിട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും, നിങ്ങൾക്കത് റീമെൻഷൻ ചെയ്തു തരാം. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് മുഖാന്തരയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലൂടെയും നിങ്ങൾക്കത് ഒന്നും കൂടി ഞാനത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ഓപ്പൺ ചെയ്ത ശേഷം KFPSC അല്ലെങ്കിൽ നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ്
KFPSC. അപ്പൊ KFPSC എന്ത് ചെയ്യുക, ടെലഗ്രാമിലെ സെർച്ച് ഐക്കണിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആവും, അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ അതിനകത്ത് ഈ വരുന്ന ക്ലാസ്സുകളുടെയൊക്കെ അപ്ഡേറ്റുകളും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, അതിൽ നിന്നൊക്കെ 5 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. അതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞത് നവോത്ഥാന നായകന്മാര്, കേരളം ബേസിക് ജോഗ്രഫി, ഇന്ത്യ ബേസിക് ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം, 1857 നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ നോക്കുക. അതുപോലെ തന്നെ സയൻസിൽ നിന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് 20 മാർക്കിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരെന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കണ്ടു തന്നെ പോവുക. അത് നമ്മൾ മോഡൽ എക്സാംസ് ആയിട്ട്, മോക്ക് ടെസ്റ്റുകളായിട്ടാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കാണുക. 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവശാസ്ത്രം, ബേസിക് ആയിട്ടുള്ള നമ്മുടെ സയൻസിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. മനുഷ്യ ശരീരം, അതുപോലെ തന്നെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ, അതുപോലെ തന്നെ വനങ്ങൾ, വനവിഭവം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതിൽ നിന്നൊക്കെ നമുക്ക് എത്ര മാർക്കിന് ചോദ്യം വരുന്നുണ്ട്? 5 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ജീവശാസ്ത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഭൗതിക ശാസ്ത്രം, ഫിസിക്സിൽ നിന്ന് 5 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സത്യം പറഞ്ഞാൽ ഫിസിക്സും ബയോളജി, കെമിസ്ട്രി എന്നൊന്നും നമുക്ക് ഒന്നേന്ന് പഠിക്കാൻ പറ്റിയ സാധനങ്ങളല്ല. പക്ഷെ എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്, കൃത്യമായ ആ പാറ്റേൺ തന്നെ കേരള PSC ഫോളോ ചെയ്യും. അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിനകത്ത് വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ പൊതുജനാരോഗ്യം. 10 മാർക്കിനാണ് ഈ പൊതുജനാരോഗ്യത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ത് തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അപ്പൊ ഇത്രയും മേഖലകളിൽ നിന്നാണ് നമ്മുടെ കേരള PSCയിലെ ഈ പറയുന്ന LGS പരീക്ഷകൾ കാത്തിരുന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് വെച്ചേക്കാം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരും. ഓക്കെ, ഒന്നും കൂടി ഞാനൊന്ന് സ്പെസിഫൈ ചെയ്ത് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരം, നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, 1ാം സ്വാതന്ത്ര്യ സമരം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, 1ാം സ്വാതന്ത്ര്യ സമരം. അതിനുശേഷം നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സമരങ്ങളും കേട്ടോ. എന്താണ്, ഗാന്ധിജിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സമരങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഗാന്ധിജിയും സമരങ്ങളും. അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജാലിയൻ വാലാബാഗ് വരും, ഉപ്പു സത്യാഗ്രഹം, ദണ്ഡിയാത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ തുണിമിൽ സമരം, മനസ്സിലായല്ലോ. ഒരു 1916 തൊട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കേട്ടോ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ പത്രങ്ങൾ, നിങ്ങൾക്കറിയാം ഇന്ത്യൻ പത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ പണ്ടത്തെ നേതാക്കൾ രൂപീകരിച്ച പത്രങ്ങൾ, അതിന്റെ പത്രാധിപർ ആരാണ്, അങ്ങനെയുള്ള പോയിന്റുകൾ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യകൃതികൾ. ഓക്കെ, സാഹിത്യകൃതികൾ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം, എന്താണ് നമ്മുടെ നേതാക്കന്മാരുടെ സാഹിത്യകൃതികൾ, അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുന്നു, കേരള PSCയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് അത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ 5 ഇയർ പ്ലാന്റെ പുതിയ രൂപമായിട്ടുള്ള നിതി ആയോഗ് അതിൽ നിന്ന് ചോദ്യം വരും. അതുപോലെ തന്നെ നമ്മുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിന്ന് ചോദ്യം വരും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യ വിഭജനത്തിൽ നിന്ന് ചോദ്യം വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് തന്നെ നമ്മുടെ മൗലിക
അവകാശം, മൗലിക അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിവരാവകാശം. ഓക്കെ, ഇതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ മൗലിക അവകാശം, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ബയോളജി. ഞാൻ പറഞ്ഞു, ബയോളജിക്ക് ആദ്യം നമുക്ക് ചോദിക്കുന്ന സ്ഥിരം മേഖലകളുണ്ട്. ജീവകങ്ങൾ, രോഗങ്ങൾ, രോഗകാരികൾ, അതുപോലെ തന്നെ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ഹൃദയം, കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ജീവശാസ്ത്രത്തിനകത്ത് ഇത് നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ കെമിസ്ട്രിക്കകത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റം, അയിരുകൾ, അതിന്റെ ധാതുക്കൾ, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിളിനകത്ത് വരുന്ന പോയിന്റുകൾ, അത് ശ്രദ്ധിക്കണം. ഭൗതിക ശാസ്ത്രത്തിനകത്ത് ഇന്ന് താപം, ചലനം, അതുപോലെ തന്നെ നമ്മുടെ സൗരയുധം, പ്രകാശം, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താപം, ചലനം, സൗരയുധം, പ്രകാശം, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അതിനകത്ത് നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം മാത്സ് നമ്മൾ ഫോക്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. 20 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വരുന്നത് 20 മാർക്കിനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറയുന്ന LGS പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പൊ ഇനിയും തുടങ്ങാത്തവർ ഇനിയും തുടങ്ങിയാൽ മതിയാവും. LGS പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഇനിയുള്ള സമയം മതി. ഓക്കെ, അപ്പോൾ സമയം കളയരുത്. തരുന്ന ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും പരീക്ഷ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ചാനലിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു വിവരം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും LGS പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ LGS 2024 എന്ന് കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരെ ഒന്നുകൂടി പറയുകയാണ്, ടെലഗ്രാം എടുത്തിട്ട് KFPSC എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ KFPSC എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.